അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് പെരിന്തൽമണ്ണ ടൗൺ പള്ളിത്തെ നോമ്പ് പറഞ്ഞെ പറ്റിയിട്ട് എന്തൊക്കെ അഭിപ്രായം? ഇനിയും പോയോ? ഞാൻ ചുറ്റി വരാം. ഞാനൊന്ന് ചുറ്റി വരാം. ഇന്ന് അസ്സലാമു അലൈക്കും. ഇന്ന് 14ാമത്തെ നോമ്പ് പറയണ. വലൈക്കും അസ്സലാം. നമ്മുടെ സത്യത്തിൽ വിദേശ രാഷ്ട്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ ടൗൺ ജുമാ മസ്ജിദ് നോമ്പ് പറ. നമ്മുടെ പെരിന്തൽമണ്ണനെ അങ്ങനെ എടുത്തു കാണിക്കണം നമ്മുടെ പള്ളി ഈ ഒരു സാംസ്കാരിക പരിപാടി അല്ലേ. വളരെ സന്തോഷമുണ്ട്. നിങ്ങളിവിടെ വരാറുണ്ടെങ്കിൽ ഞാൻ വരുന്നതിന്റെ ഉദ്ദേശം വെച്ചാൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിയാവുന്നത് നല്ല കാര്യം. ഇന്ന് 14ാമത്തെ നോമ്പാണ്. ഇന്ന് 4/3/2022. ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ കാരക്കുണ്ട്, വത്തക്കുണ്ട്, പിന്നെ നാരങ്ങ വെള്ളമുണ്ട്, ബോട്ടിൽഡ് വാട്ടറുണ്ട്, പൊറോട്ട, പിന്നെ ചിക്കൻ കറി അല്ല, ക്ഷമിക്കണം, ബീഫ് കറി. എനിക്ക് മാറിപ്പോയതാണ്. ഞാൻ ആ കറിൻ്റെ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. ഇവിടെ 400ഓളം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മളെ വാപ്പട്ടി. ആരേക്കും വാപ്പട്ടിയെ ഇപ്പോൾ സമയം 6:15. ഇനിയും 10-25 മിനിറ്റ് ഉണ്ട് നോമ്പ് തുറക്കുക. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി. മുത്തുവോ? ആ അസർഫേ. ആ അല്ല, നിങ്ങൾ വിട്ടോളി. പഴക്കൊല ഇപ്പം സൗകര്യാർത്ഥേ തൂക്കുന്ന ആൾക്കാർക്ക് വരുന്നവർക്ക് അങ്ങനെ ആവശ്യത്തിന് എടുത്തു പോരോ. അസാക്ക് ക്യാമറ ഉണ്ടാവും ഓടുക. അസാക്ക് ക്യാമറ കാണുമ്പോൾ പായാണ്. ചെരുപ്പിട്ട് വന്നോളി കേട്ടോ, അതാ സൗകര്യം. ഹാള് കുഞ്ഞാപ്പുവ അസ്സലാമലൈക്കും. റെക്കോർഡിങ്ങിലാണ്. മൂപ്പര് വരാനുണ്ട് കളി. നമ്മളെ മറ. അസ്സലാമലൈക്കും. ഇത് 400 ആൾക്ക് ഉള്ള ഇരിപ്പിടം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ആൾക്കാർക്ക് ഇവിടെ വിതരണം ചെയ്യാനുള്ളതാണെന്ന് ഇവിടെ പുറത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇരിപ്പിടം 400 പേർക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ അസ്സലാമലൈക്കും. ഞാനിപ്പോൾ നോമ്പ് തുറയിൽ പതിവായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന ആളാണ്. അതാ. അസ്സലാമലൈക്കും. ഇന്ന് കമൻറ്റിന് ആരും കിട്ടിയിട്ടില്ല. ഇന്നത്തെ ഒന്ന് പറഞ്ഞോളൂ നിങ്ങൾ. ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നോമ്പ് 14ആണ്. പതിവ് പോലെ എല്ലാ വിഭവങ്ങളും ഒരുക്കി നോമ്പ് തുറക്കാൻ ആളെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പൊറാട്ടയും ബീഫുമാണ്. 500ഓളം ആൾക്ക് എഴുതിയിട്ടുണ്ട്. 400 സീറ്റ്, ബാക്കി 100 ചില്ലാനം ആൾക്കാർ പുറത്തുണ്ടാവും.
പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ നാളെ ഇൻഷാല്ല ഇതേപോലെ ഇതിനേക്കാളും വിപുലമായ രീതിയിലാണ് നാളത്തെ പരിപാടി. ഇതുവരെ പഠിത്തൻ്റെ സഹായത്തോടുകൂടി യാതൊരു കുഴപ്പമില്ലാതെ എല്ലാവരുടെയും പ്രവർത്തനം ഇന്നത്തെ മെമ്പർമാരും അല്ലാത്തവരുമായ പഴയ കമ്മിറ്റിയിലെ ആൾക്കാരെല്ലാവരുടെയും പ്രവർത്തനം വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. ഇതുവരെ നല്ല നിലയിൽ ഇൻഷാല്ല. ഇദ്ദേഹം കാരാട്ടിൽ കുഞ്ഞുഹാജി പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് പള്ളിയിലെ സെക്രട്ടറിയാണ്. കാലാകാലങ്ങളിലായിട്ട് ഇവിടെ ഈ പള്ളിയിലുള്ള എല്ലാ നോമ്പ് തുറക്കും കമ്മിറ്റിയിലുണ്ടായിരുന്ന കാലത്തും ഇല്ലാത്ത കാലത്തും സജീവമായിട്ട് പദവി ഒരു അലങ്കാരത്തിനല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട്. പദവി അലങ്കാരത്തിനാണ് എന്ന് കരുതുന്ന ചിലർക്കെങ്കിലും ഒരു മാതൃകയും കൂടിയാണ് ഇദ്ദേഹം. സാബു അപ്പം എന്നാ ഫൈസലേ, അപ്പം എന്നാ ഞാൻ എന്തെങ്കിലും കമൻറ്റ് പറയണ്ടോ? അത് പള്ളീൻ്റെ സെക്രട്ടറിയാണ്. അല്ല അല്ല സെക്രട്ടറി ഇവിടെ ഉണ്ട്. സോറി, ക്ഷമിക്കണം. പള്ളിയിലെ ഖജാഞ്ചിയാണ്, സെക്രട്ടറി അല്ല, ഖജാഞ്ചിയാണ്. അല്ല സെക്രട്ടറി അല്ല, ഖജാഞ്ചിയാണ്. എൻ്റെ സെക്രട്ടറി വീട്ടിലും. ഇത് നമ്മളെ അടുക്കളയാണ്. ഇവിടെ ഇത് 400 പേർക്കുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കിയുള്ള ആൾക്കാർക്കുള്ള ഒരുക്കങ്ങളാണ്. ഇത് നമ്മളെ കാലിത് ഇവിടെ എപ്പോഴും സജീവമായിട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത് 400 പേർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നവർക്ക് കൊടുക്കാനുള്ള ചോദിക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് വീഡിയോ അല്ല അല്ലാതെ ആയിക്കോട്ടെ. അത് സെക്രട്ടറി പറഞ്ഞുകൂടി, സെക്രട്ടറിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടേ. അത് ഷൈജല്, ഇത് നമ്മുടെ ഷൈജല് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട് അണിയറയിൽ. ആ ഇത് നമ്മളെ ജയിലിൽ നമ്മളെ രണ്ടാമത്തെ ഹാളാണ്. 400 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിനുള്ള രണ്ടാമത്തെ ഹാളാണ്. അൽഹംദുലില്ലാ എല്ലാ ഒരുക്കങ്ങളും ആയി തുടങ്ങി. സമയം 6:20 ഇവിടെ ആൾക്കാർ ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന ഇജ്ജൊന്നും തിരിഞ്ഞ അന്ന റെക്കോർഡ് ചെയ്തിട്ടില്ലേ?